നാട്ടിൽ നിന്ന് എല്ലാവരോടും വിട പറയുകയാണ് ഗായ്സ്. നമ്മൾ നേരെ തിരിച്ച് കൊച്ചിയിലേക്ക്. ഇനു ബേബിക്ക് ഭയങ്കര ഹാപ്പി ആയിന് കേട്ടോ. നമ്മള് തേങ്ങ പോവോ പറച്ചിനല്ല അടുത്ത്. എന്റെ പൊന്നോ ചിന്തിക്കാൻ കഴിയുന്നില്ല. അല്ല നമ്മളറിഞ്ഞില്ലേ, അറിയാത്തവരറിഞ്ഞില്ലേ ഇങ്ങനത്തെ വ്ളോഗർ ഉണ്ട്. അപ്പൊ നമ്മളെ തേടി പിടിച്ചവര് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ 1 ഇയറിന്റെ അടുത്തായിട്ട് നമ്മള് ഫ്രിഡ്ജ് ഇല്ലാണ്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. ഗൈസ് നമ്മള് നുസ്രത്താട്ട് ഇന്നലെ സ്റ്റേ ആക്കി പോവലായി. ഇന്നലെ നൈറ്റ്, ഇന്നലത്തെ വ്ളോഗിൽ ലാസ്റ്റ് നുസ്രത്താടെ വീട്ടിലായിരുന്നു. കുറേ നാൾക്ക് ശേഷം കാണില്ല. കുറച്ച് ദിവസം നിൽക്കാം, കുറച്ച് ദിവസമല്ല, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചിട്ട് നിന്നത്. നുസ്രത്ത കുപ്പി വെള്ളം കൊടുക്കാൻ പോയിട്ട് തണുത്തോളാം. നുസ്രത്താനെ കാണിക്കണ്ടേ? വരട്ടേട്ടാ. ഒരു പഴം കൊടുത്ത് ഞാൻ വിശക്കണ ചെറുതായിട്ട്. രാവിലത്തെ കഴിച്ചു. ഇവനെ ഇപ്പൊ വീട്ടിലുള്ള ഉടുപ്പ് ഇവനെ ഉറക്കത്തിന് നിർത്താൻ വന്നതാ. എന്ത് പഴത്തിന് നീ ഇങ്ങനെ നോക്കണത്? പോട്ടെ, ബൈ ബൈ. എനിക്കത് മതി. വേണ്ട, മതി മതി. എനിക്ക് തിന്നാൻ ഉമ്മ കൊടുക്കല്ലേ കുട്ടിക്ക്? മമ്മി വരാട്ടാ. മേനച്ചാനെ മിസ്സാകുന്നുണ്ടാ? ഓക്കെ, എന്നാ അങ്ങടെ കയറ്റം കയറട്ടെ. നല്ലോണം കുടിച്ചോ. ഭയങ്കര കയറ്റോ ഗൈസ്, ഒരു കുത്തനെ കയറ്റാണ്. അതാണ് ഒരു ടെൻഷൻ. ഓക്കെ, നമ്മ നേരെ കാസർഗോഡ് പോകണേണ്. അവിടുത്തെ കുറച്ച് സാധനങ്ങൾ വണ്ടി കയറ്റാനുണ്ട്. ഓ ജഗ ജില്ലാടി പഴം തെറച്ച് മേനോട് കയ്യൽ. നമുക്ക് കുറച്ച് സാധനങ്ങൾ കയറ്റാനുണ്ട്. അവിടെ നേരെ നമ്മ വിടും. അപ്പൊ ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. വർക്കിന്റെ ഹാലിലാണ് മക്കളെ. സുഖമായിട്ട് ഉറങ്ങാപ്പ. ഈ ഉറങ്ങാൻ വിടുന്നില്ല. അതെ അതെ. എന്ത് സംഭവം എന്ന് വെച്ചെങ്കില്, രാവിലെ ആയപ്പോ നല്ല തണുപ്പ്. രാവിലെ ആയപ്പോന്നല്ല, നീ എന്നെ ഉറങ്ങാൻ എന്നാ വിട്ടിട്ടുള്ളത്? രാവിലെ ആയപ്പോ നല്ല തണുപ്പ്. ഇന്നത്തെ പറയട്ടെ, ഒരേ കാര്യം പറയട്ടെ. നീ എന്തെങ്കിലും എന്നെ സമാധാനത്തെ ഉറങ്ങാൻ വിട്ടിട്ടുണ്ടോ? ഉറങ്ങാൻ വിടുന്നത് രാവിലെ എണീക്കുമ്പോ ഞാൻ കുട്ടിയായിട്ട് അടുക്കളയിൽ പോകും. കുട്ടികള് സൗണ്ട് ആക്കൂലേ? അതാണ് ഇവള് ഫോൺ വിളിച്ചിട്ട് കൊച്ചിന്റെ ഒച്ചക്ക് മേലെന്താ പറയുന്നത്? രാവിലെ നീ റൂമിൽ നിന്ന് ഇറങ്ങണ്ടാന്ന്. പിന്നെ കുട്ടികളാകുമ്പോ സൗണ്ട് ആക്കും. ഇറങ്ങണ്ടെന്ന് ഞാൻ പറയല്ല. എന്നിട്ട് ഇപ്പൊ പറയലെന്താന്നറിയോ? അടുത്ത കുട്ടി വേഗം എന്താന്നില്ലേ?
ഇന്നെന്താ രാവിലെ സംഭവിച്ചെങ്കിൽ നല്ല തണുപ്പ്. അപ്പൊ അയ്യാനുവിനെ സ്കൂളിൽ പോകാൻ വേണ്ടി ഉസുറത്ത് വിളിക്കാൻ നേരത്ത് കർട്ടൻ തുറന്ന് വെട്ടടിക്കാൻ. ഞാൻ പറഞ്ഞു കർട്ടൻ തുറക്കും വെക്കാറ് മേനും എനിക്കും അയ്യാനും എല്ലാം എനിക്കലുണ്ടാവാന്ന് പറഞ്ഞു. അതായത് പറഞ്ഞു ഫാൻ ഓഫ് ചെയ്ത് ചിലപ്പോൾ എനിക്കും അയ്യാനും. ഞാൻ പറഞ്ഞു അയ്യാനുവിന് മുന്നേ ഇപ്പോൾ മേനും വെക്കാറ് എനിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഉസുറത്ത് എന്താക്കി ഫാൻ ഓഫ് ചെയ്ത് കർട്ടൻ തുറന്നപ്പോഴേക്ക് മേനും വെച്ചിട്ട് അങ്ങനെ തന്നെ പറഞ്ഞത്. അങ്ങനെ തന്നെ വിളിച്ചത്. എവിടെ ചെന്നാൽ ഇവളെന്നെ ഉറക്കൂല അപ്പൊ നായിന്റെ മോൾ. അപ്പൊ നുസുൽത്തറയുടെ അവളല്ല ഞാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ വെറുതെ പറഞ്ഞോളൂ. ഞാൻ ആരെ പേര് പറഞ്ഞിട്ടില്ല. അതെ തെറിയെ വിളിച്ചിട്ടോ അവർക്ക് ഇങ്ങനെ പറഞ്ഞു എപ്പോഴും അത് ഇവളെന്നെ ഉറക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെയല്ലേ ഞാൻ പറഞ്ഞു ആനല്ല അവര് സുഹൃത്തറ അവളല്ല ഞാനാക്കിയത് അയ്യാനെ എനിപ്പിക്കാൻ പറഞ്ഞു. കാര്യം അറിയാണ്ട് ഇങ്ങനെ എപ്പോഴും ശീലിക്കണ നീയല്ലേ. അപ്പൊ നീ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലോ. ഉറങ്ങിക്കോട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാരും അത് ചെയ്യാണ്ടിരിക്കും. कितना 3000 रुपये വണ്ടി ഇടാല 500 കരോ. ഓക്കെ ഗൈസ് നമ്മള് നീലേശ്വരം എത്തി ഗൈസ്. കുറച്ചുകൂടിയുള്ളു ഗൈസ്. ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു തിന്നപ്പോ. പക്ഷെ ഐസ്ക്രീം അല്ല ഫലൂഡ. എണീച്ച എന്റെ ചുണ്ടടി ഉങ്ങിക്കോടി. ആംഗിളും ചമ്മന്തി കണക്കിരിക്കണേ. തേങ്ങ പോവോ പറച്ചിനല്ല അടുത്ത്. ആന്ന് സാധനം കേട്ടിട്ടുണ്ടപ്പ എൻ്റെ പണിയാണ്. സാധനങ്ങൾ കയറ്റാണ് കേസിന് വണ്ടിയിൽ. അങ്ങനെ കുപ്പായം നോക്കണ്ട, നമ്മൾ എന്താ പറയുക ഒരേപോലത്തെ ഒരു കുപ്പായാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് എന്താ നാട്ടിൽ നിന്ന് എല്ലാവരോടും വിട പറയുകയാണ് ഗായ്സ്. നമ്മൾ നേരെ തിരിച്ച് കൊച്ചിയിലേക്ക്. ഇനു ബേബിക്ക് ഭയങ്കര ഹാപ്പി ആയിന് കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ എല്ലാവരും കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഭയങ്കര ചിരിയും പിന്നെ ഫാത്തിമാനെല്ലാം കാണുമ്പോൾ ഇങ്ങനെ കളിക്കുന്നവരൊക്കെ നല്ല എൻജോയ്മെന്റ് ആക്കിയേനു അല്ല ഇനു ബേബി. അപ്പൊ നമ്മള് പിന്നെ ഇന്ന് യാത്ര ചെയ്യലായി. ഞാൻ കുളിച്ചിട്ട് പോകുമ്പോ അതേ സെയിം ഡ്രസ്സാണ് ഇട്ടത്. ഡ്രസ്സ് ഏതോ ഒരുത്തനെ എനിക്ക് ട്രോൾ ചെയ്ത് മറ്റേ ഒരു ഞാൻ സിസ് ഇട്ടതില് സെയ്സോ എന്ന് പറഞ്ഞിട്ട് ഞാനതായത്
സിസ്റ്റർ എല്ലാത്തിലും പോയി കമന്റ് ഇടലല്ലേ പണി. സിസ്റ്ററിനെ പിന്നെ കുറച്ച് അല്ല, ഞാൻ നുസ്രുവിന്റെ ഫോട്ടോ നുസ്രുവിന്റെ ഫോട്ടോ എടുത്തിട്ട് മൈ സിസ് എന്നിട്ട് അതായത് ഞാൻ ഉദ്ദേശിച്ച സിസ് എന്നാണ്. അത് നമ്മ വെറുതെ ഇടലും SIZ എന്നൊക്കെ ചുമ്മാ അല്ല, അതായത് SIZ എന്നിട്ട് ഞാൻ ഇപ്പൊ ഇല്ലേ കസിൻസിന് S എന്നല്ലേ വന്നത്, കസിൻസിന് S ആ വന്നത്. പക്ഷെ നമ്മള് ഷോർട്ട് ആക്കിട്ട് CZN എന്നിടും. അതെ, അതേപോലെ ഞാൻ ഇട്ടിട്ട് ഒരുത്തനുണ്ട് വീഡിയോ ചെയ്തിട്ട് എന്താണ് ഉദ്ദേശിച്ചത്, മൈ സൈസോ ഏത് സൈസാ നിന്റെ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുത്തൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് ആരോ അയച്ചെന്ന് കുറച്ചായി അത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർഡർ അപ്പൊ ഞാന് പറയുമ്പോ സിസ് എന്നാ പറയാം. അപ്പൊ ആ ചെക്കന് കണ്ടന്റ് ക്ഷാമായിട്ടാണോ എന്നെ പൊക്കിയതെന്ന് അറിയില്ല. എല്ലാവർക്കും അത്ര റീച്ച് നമുക്ക് കിട്ടിയില്ലപ്പാ. എന്ത് റീച്ചാ? അല്ല, നമ്മളറിഞ്ഞില്ലേ, അറിയാത്തവരറിഞ്ഞില്ലേ ഇന്ന് ഇങ്ങനത്തെ വ്ളോഗർ ഉണ്ട്. അപ്പൊ നമ്മളെ തേടി പിടിച്ചവര് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ അയ്യോ അപ്പൊ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് മറക്കരുത്, സപ്പോർട്ടും ബെല്ലൈക്കനും ഞെക്കാൻ മറക്കരുത്. എന്തായാലും നമ്മുടെ എന്ത് നീനുവിന്റെ കുണ്ടി കാണിക്കുന്നത് നീ വീഡിയോയില്. അപ്പൊ എന്തായാലും ഇവള് കിടക്കാണ്, അത് നിങ്ങൾ കണ്ടാ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവള് കിടക്കാണ്. വീഡിയോ എടുക്കാൻ കിടക്കണുള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിന്റെ. അതങ്ങനെയല്ലല്ലോ. പക്ഷേ അപ്പൊ ഗൈസ് ഞാന് അപ്പൊ നമ്മളിപ്പോ വണ്ടി എടുത്ത് വണ്ടിയിൽ ലോഡ് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് കുറെ സാധനങ്ങൾ കയറ്റി, AC അവിടെ കുറെ സാധനങ്ങൾ കുറവുണ്ട്. അപ്പൊ ഫ്രിഡ്ജാണ് മെയിൻ വേണ്ടത്. പക്ഷെ ഫ്രിഡ്ജ് നമുക്ക് എങ്ങനെയും നമ്മള് 1 ഇയറിന്റെ അടുത്തായില്ല അവിടെ എടുത്തിട്ട്. 1 ഇയർ ആയിട്ടില്ല, 1 ഇയർ ആവാനായി. പക്ഷെ 1 ഇയറിന്റെ അടുത്തായിട്ട് നമ്മള് ഫ്രിഡ്ജ് ഇല്ലാണ്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ഒരു സെറ്റായി വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ അഥവാ അവിടെ നിന്ന് മാറേണ്ടി വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്റെ പൊന്നോ ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക്. എനിക്ക് അപ്പൊ ഓക്കെ ടാറ്റല്ല, ഇവിടുന്ന് ഞാൻ ടാറ്റ. ഇനി ഫുൾ ഞാൻ ഡ്രൈവിംഗ് യാത്ര പറയട്ടെ. നീ എന്ത് ഫോൺ പിടിക്കാൻ പോണതാ? നിനക്ക് വേണോ ഫോൺ? ടാറ്റക്ക് കൈ കാണിച്ചിട്ട് ടാറ്റ എല്ലാവർക്കും ടാറ്റ കൊടുത്ത്. അപ്പൊ ഓക്കെ, മൂന്നാർ പോയാൽ വരെയില്ലേ ഇതുവരെ ഫ്രീസറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാറ്റ് ഇത്ര വന്നിട്ടില്ല. ചെവി അടഞ്ഞു പോണു. നല്ല തണുപ്പുണ്ട്. മഞ്ഞ് വന്നുണ്ട്. പക്ഷെ അവർ രണ്ടാമത് റിസോർട്ടാക്കും. ഇങ്ങനത്തെ സ്ഥലം റിസോർട്ടാക്കില്ല. പക്ഷെ ഇങ്ങനത്തെ സ്ഥലം റിസോർട്ടാക്കുന്ന എന്താ പറയുക, ഫോറസ്റ്റ് പോലത്തെ സ്ഥലം റിസോർട്ടാക്കും. പക്ഷെ റിസോർട്ടിൽ ഇങ്ങനെ പുറത്തുനിന്ന് പിള്ളേർ വന്നിട്ട് ആഘോഷിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രേതമൊക്കെ വരിക.